സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അറേബ്യൻ ഡിഷും ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ട്രെൻഡിങ്ങുമായ മദ്ഹൂത്താണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് മദ്ഹൂത്തിൻ്റെ മസാല ഉണ്ടാക്കുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് മുഴുമല്ലി എടുക്കുക, കുറച്ച് കുരുമുളക്, കുറച്ച് ഏലക്ക, കുറച്ച് പട്ട, ജീരകം, ചെറിയ ജീരകം, ബേ ലീഫ്, കുറച്ച് ഗ്രാമ്പ്, ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലിട്ട് വറുത്തെടുക്കുക. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് മദ്ഹൂത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഐറ്റം. ഇനി ഏലക്ക, ഗ്രാമ്പ്, തക്കോലം, പട്ട, ചെറിയ ജീരകം, ലീഫ് എല്ലാം കൂടി ചൂടാക്കണം. ഇതിനി നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മദ്ഹൂത്ത് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് മദ്ഹൂത്ത് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇവയെല്ലാം. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുന്ന സാധനങ്ങളാണ്. കുറച്ച് സവാള, തക്കാളി, കാശ്മീരിയൻ ചില്ലിപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ക്യാപ്സിക്കം, പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മദ്ഹൂത്ത് മസാല. ഇപ്പോൾ നമ്മൾ മദ്ഹൂത്ത് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് 1 കിലോ അരിയാണ്. പിന്നെ അതിന് വേണ്ട ചിക്കനും. അരി അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ചെയ്യുക. മദ്ഹൂത്ത് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. ഇനി നമുക്ക് കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും ക്യാപ്സിക്കവും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് തക്കാളി കുറച്ച് കൂടുതൽ ആവശ്യം വരുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് നമുക്ക് തക്കാളിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത പേസ്റ്റ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കാം. 1 കിലോ അരിക്ക് നമ്മൾ ഇവിടെ ഒരു മുഴു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മസാലയെല്ലാം ഇതിൽ നല്ല രീതിയിൽ ഒന്ന് പിടിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ മസാല എല്ലാം ഒന്ന് പിടിച്ച് നല്ല ചിക്കൻ ഒന്ന് വലിഞ്ഞു വരും. ഇനി നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 പാത്രം അരിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ചിക്കനും വെള്ളവും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. രുചിക്ക് വേണ്ടി മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. 1 കിലോയ്ക്ക് 2 മാഗി ക്യൂബ് ചേർത്താൽ മതി. നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മദ്ഹൂത്ത് മസാല ചേർത്ത് കൊടുക്കാം.
1 കിലോ അരിക്ക് നമ്മൾ ഇവിടെ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. കുതിർത്ത അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഉപ്പും എരിവും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. തീ ലോ ഫ്ലെയിമിലിട്ട് 1 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് റെഡിയാവുന്ന സമയത്ത് നമുക്കിനി ചട്ടിനി അടിച്ചെടുക്കാം. സവാളയും തക്കാളിയും ക്യാപ്സിക്കവും പച്ചമുളകും മല്ലിയിലയും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. ഇപ്പോൾ 1 വിസിൽ കേട്ട് നമ്മുടെ ചോറ് റെഡിയായി. ഇതിന് ശേഷം 1/2 മണിക്കൂർ കുക്കറിലിരുന്ന് വേവണം. എന്നിട്ട് തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി ഒരു മധുഹൂത്ത് നമുക്ക് റെഡിയായി കിട്ടും. കണ്ടോ സുഹൃത്തുക്കളെ, നല്ല നാവിൽ വെള്ളമൂറുന്ന അടിപൊളി മധുഹൂത്ത് ഇവിടെ റെഡിയായി കിട്ടി. ചോറൊക്കെ നല്ല ചൊളിച്ചൊളായിരിക്കുന്നു. നല്ല പൂ പോലുള്ള ചോറും നല്ല വെന്ത ചിക്കനും. നമുക്ക് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മധുഹൂത്ത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. എന്നിട്ട് അഭിപ്രായം നമ്മളെ അറിയിക്കുകയും ചെയ്യണേ. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ.